കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൽ കൂടെയുള്ളതായ നിത്യ ജീവനെക്കുറിച്ച്, യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ദൈവവചനത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. മനുഷ്യരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും യാത്രക്കാരാണ്. നമ്മുടെ യാത്ര നമ്മുടെ ജനനത്തോടു കൂടെ ആരംഭിക്കാൻ തക്കവണ്ണം ഇടയായി. മരണത്തോടുകൂടെ നമ്മുടെ യാത്ര അവസാനിക്കും. ഈ വഴിയാത്രയിൽ വിവിധങ്ങളാകുന്നതായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ്. പലരും പലവിധമാകുന്നതായ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. പലരുടെയും ജീവിത വഴികളിൽ വിവിധങ്ങളാകുന്നതായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിട്ടുണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത പാത, ജീവിത വഴി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കഴിയും? പലരുടെയും ജീവിത വഴികൾ ഗതിമുട്ടിയതായ അനുഭവങ്ങളിലായിരിക്കുന്നുണ്ട്. ഈ വഴിയാത്രയിൽ ഒരു സഹായി എനിക്കുണ്ടായെങ്കിൽ, ഞാൻ പോകേണ്ട വഴി ഒന്ന് ലഭിച്ചെങ്കിൽ, കാണിച്ചു തന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതായ പല ആളുകളുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്നു? മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിനൊരു പരിഹാരം പ്രാപിക്കാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശു പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. യേശു പറയുന്നത്, ജീവിതത്തിൽ ശരിയായ ഒരു അന്ത്യത്തിലെത്തണമെങ്കിൽ ഇടുക്കുവാതിലിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ഇടയാകണം. നാശത്തിലേക്ക് പോകുന്നതായ ഒരു വാതിലുണ്ട്, അത് വിശാലമാണ്. അതിലൂടെ ധാരാളം ആളുകൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ മറ്റൊരു വഴി, ജീവങ്കലേക്ക് പോകുന്നതായ വഴി, അതിലൂടെ ചുരുക്കം ആളുകളാണ് കടന്നു പോകുന്നത്. കാരണം അത് ഞെരുക്കമാണ്, ഇടുക്കമാണ്. എന്നാൽ അത് നിത്യജീവനിൽ ചെന്നെത്താൻ തക്കവണ്ണം ഇടയാകും. രണ്ട് വഴികളിലൂടെ മനുഷ്യരെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മനുഷ്യരുടെ വഴികൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു? കാരണം മനുഷ്യൻ പലപ്പോഴും അവൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും അവൻ്റെ അറിവിലും ധനത്തിലും കഴിവിലുമൊക്കെ ആശ്രയിച്ച്, ഞാൻ ബുദ്ധിമാൻ എന്ന നിലയിൽ, എനിക്കെല്ലാം അറിയാം എന്ന നിലവാരത്തിൽ സ്വയം കേന്ദ്രീകൃതമായി മനുഷ്യൻ അവൻ്റെ വഴിയെ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം. എന്നാൽ മനുഷ്യൻ്റെ ആരോഗ്യം ക്ഷയിക്കും, ധനമില്ലാതെയാകും, അവൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ അവൻ തിരഞ്ഞെടുത്തതായ വഴി ശരിയായില്ല എന്ന് തോന്നി പരാജയപ്പെടുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകും. പല ബിസിനസ്സുകൾ, പല ജോലികൾ, പല സ്ഥാനമാനങ്ങൾ ഒക്കെ തകർന്ന് നിരാശയിലായിരിക്കുന്നതായ അനുഭവത്തിൽ, ആരോഗ്യമുള്ളപ്പോൾ, ധനമുള്ളപ്പോൾ, ബുദ്ധിയും ജ്ഞാനമുള്ളപ്പോൾ, ആരുടെയും ഉപദേശം ആവശ്യമില്ല എന്ന നിലയിൽ, എനിക്കറിയാം, എനിക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട് എന്ന് കരുതി പല കാര്യങ്ങളും ഇടപെട്ട് ഒടുവിൽ ദുഃഖകരമായ പര്യവസാനത്തിൽ എത്തിച്ചേരാൻ തക്കവണ്ണം ഇടയാകുന്ന സ്വയത്തിൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നതായ യാത്രക്കാരുണ്ട്. അവരുടെ വഴി നാശകരമായ വഴിയാണ്. അനേക കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് നിരാശയായി ജീവിതത്തിൻ്റെ നല്ല പങ്കും നഷ്ടപ്പെട്ടതായ അനുഭവങ്ങളിൽ നിരാശയോടുകൂടെ കഴിയുന്നതായ അനുഭവങ്ങളുണ്ട്. മറ്റു ചിലർ അവർക്ക് വഴികാട്ടിയായി അവരുടെ സ്നേഹിതരാണ്. അമിതമായ വിശ്വാസം അവരുടെ സ്നേഹിതരിലുണ്ട്. സ്നേഹിതർ അവരോട്
പറയുന്നതായ വാക്കുകളാണ് അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത്. അവർ പലപ്പോഴും അവരുടെ ബുദ്ധിക്കനുസരിച്ചുള്ളതായ വഴികൾ പറഞ്ഞു കൊടുക്കാനിടയാവും. മദ്യപിക്കാം, മോഷ്ടിക്കാം, ചതിക്കാം, വ്യഭിചരിക്കാം, വഞ്ചിക്കാം, ഇങ്ങനെ അനേക വിധത്തിലുള്ളതായ വഴികൾ സ്നേഹിതന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കാനിടയാവും. തൽക്കാലം ശരിയാണെന്ന് കരുതും. എന്നാൽ ഒടുവിൽ അവരെ അത് നാശത്തിൽ, തകർച്ചയിൽ, ജയിലുകളിൽ, നിത്യമായ ദുഃഖത്തിൽ അവരെ ആഴ്ത്തിക്കളയാൻ തക്കവണ്ണം ഇടയാകും. ജനിക്കുന്ന മനുഷ്യൻ ജീവിച്ചു പോകുന്നതായ വഴികളിൽ അവർക്ക് ശരിയായ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ അവർക്ക് സ്വയത്തിൻ്റെയും സ്നേഹിതരുടെയും ഒക്കെ വഴി പരാജയപ്പെട്ടതായ ഒരു നിലവാരത്തിൽ കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ശരിയായ വഴിയിലേക്ക് പോകാൻ തക്കവണ്ണം മനുഷ്യനെ അനുവദിക്കാതെ ദുഷ്ടപിശാച് മനുഷ്യനെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിത്യമായ നാശത്തിലേക്ക് അഥവാ നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ജീവങ്കലേക്ക് പോകാൻ തക്കവണ്ണമുള്ളതായ ഒരു വഴി ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അതല്പം ഇടുക്കവും ഞെരുക്കവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നിറഞ്ഞതാണ്. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യഥാർത്ഥമായ വഴി യേശുവാണ്. യഥാർത്ഥമായ ജീവൻ യേശുവാണ്. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ നിത്യജീവനിൽ എത്താൻ തക്കവണ്ണം കഴിയൂ. യേശു നമ്മുടെ വഴികാട്ടിയാകുന്നതിനാൽ നമുക്ക് ആലോചന പറഞ്ഞു തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ട്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നുള്ളതിനാൽ ദൈവവചനം നിരന്തരം വായിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തെറ്റായ വഴികളിൽ നിന്ന് മാറി യഥാർത്ഥമായ പാതയിലേക്ക് നടപ്പാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സകല സത്യത്തിലും വഴി നടത്തി ശരിയായ പാതയിലൂടെ നടത്താൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന അനുസരിപ്പാൻ തക്കവണ്ണം കഴിയുന്ന ഒരുവന് എല്ലാവിധമായ ദുർഘടങ്ങളെയും എല്ലാവിധമായ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഒഴിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. മദ്യപാനത്താൽ, ദുർമാർഗത്താൽ, മറ്റു വിധമാകുന്നതായ കഷ്ടനഷ്ടങ്ങളാലൊക്കെ വലയുന്നതായ ജീവിതങ്ങൾക്ക് യേശു വഴികാട്ടിയായി വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ നിങ്ങൾ വഴികാട്ടിയായി എന്നിലൂടെ നിങ്ങൾ നടപ്പാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നിത്യമായ ഒരു ജീവനിലെത്താൻ തക്കവണ്ണം ഇടയായിത്തീരും. ജനനത്തോടെ ആരംഭിച്ചതായ ഈ ജീവിതയാത്ര മരണത്തോടെ അവസാനിക്കുന്നു. അത് ഭൂമിയിലെ ജീവിതം മാത്രം മരണത്തോടെ അവസാനിക്കുന്നെന്നാൽ മനുഷ്യന്റെ അവസാനം മരണത്തോടെ ആകുന്നില്ല. അതിനപ്പുറത്തേക്കും ഒരു ദീർഘമായ ജീവിതം ദൈവം വെച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതം. സ്വയത്താൽ, സ്നേഹിതരാൽ, പിശാചിനാൽ ഒക്കെ നിയന്ത്രിക്കപ്പെട്ടതായ ജീവിതങ്ങൾ നാശത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് ചെന്ന് പതിക്കാൻ തക്കവണ്ണിടയാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആലോചനയാൽ യേശുക്രിസ്തു എന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നതായ വ്യക്തികൾക്ക് മരണാനന്തരം യേശു ആയിരിക്കുന്ന ഇടത്ത് നിത്യജീവനിൽ ചെന്നു ചേരാൻ തക്കവണ്ണം ഇടയായിത്തീരും. വഴി അറിയാതെ ഗതിമുട്ടി പാതയറിയാതെ വലയുന്നതായ ഒരു വഴിയാത്രക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പാത കാണിച്ചു തരാൻ, വഴി പറഞ്ഞു തരാൻ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ഈ നല്ലവനായ യേശു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്
സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ തക്കവണ്ണം ഇടയായി. ആ യേശുക്രിസ്തു മുഖാന്തരമായി സ്വർഗത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ തക്കവണ്ണം ഇടയായി. നിരാശയിലോ ദുഃഖത്തിലോ രോഗത്തിലോ കഷ്ടത്തിലോ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, വഴിയറിയാതെ വലയുന്ന ഒരു യാത്രക്കാരനായി ഗതിമുട്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കണം. നിന്റെ വചനം എനിക്ക് കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി തരണം. പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്ന് നിത്യജീവങ്കിലേക്കുള്ളതായ വഴി എനിക്ക് തെളിച്ചു തരണം. ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വഴികാട്ടിയായി കർത്താവായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം നിങ്ങൾ ഈ സമയം ഉപയോഗിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകും. നിങ്ങളുടെ വഴിയാത്ര ശുഭമായി അനുഗ്രഹമായി തീരാൻ തക്കവണ്ണം ഇടയാകും. എല്ലാവിധമായ ഭാരങ്ങളും നിരാശകളും നീങ്ങിപ്പോകട്ടെ. നിത്യമായ ശുഭ തുറമുഖത്ത് സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.